ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാവതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ വിദാശാഖാം വന്ദേ വാൽമീകോവിലം. വാൽമീകേർഗിരിസംഭൂത രാമാംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 59ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അയോധ്യാകാന്ഡത്തിലെ ശ്രീരാമൻ്റെ വനവാസ യാത്രയുടെ പ്രാരംഭമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കൗസല്യെ സമാധാനിപ്പിച്ചു, സീതയോട് അനുവാദം വാങ്ങി എന്നുള്ള ഭാഗങ്ങളൊക്കെ വാൽമീകി രാമായണത്തിലെ ഭാഗങ്ങൾ കണ്ടു. ഈ 31ാം സർഗത്തിലെ ലക്ഷ്മണനും ആയിട്ടുള്ള സംഭാഷണവും ലക്ഷ്മണനെ ഒടുവിൽ തന്നെ അനുഗമിച്ചുകൊള്ളാൻ രാമൻ അനുവദിക്കുന്നതായ ഭാഗമാണ് ഈ നോക്കാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അധ്യാത്മരാമായണത്തിലെ സീതയെ അനുനയിപ്പിക്കുന്നതിന് മുമ്പാണ് ലക്ഷ്മണനായിട്ടുള്ള സംഭാഷണവും വിശദമായ തത്വോപദേശമൊക്കെ. വാൽമീകി രാമായണത്തിലെ അത്തരം തത്വോപദേശങ്ങളൊന്നും യഥാർത്ഥത്തിലില്ല. അവിടെ ലൗകികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ലക്ഷ്മണൻ യഥാർത്ഥത്തിൽ തൻ്റെ അഭാവത്തിലെ കൗസല്യമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ഇരിക്കുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായം പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അധ്യാത്മരാമായണത്തിലുള്ളതുപോലെ ആധ്യാത്മികമായ തത്വങ്ങളൊന്നും ഉപദേശിക്കുന്നൊന്നുമില്ല. രാജ്യത്തിൽ വാൽമീകി രാമായണത്തെ ചെറിയ ഭാഗം കാണാം. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ സർഗങ്ങളിലാണ് വാൽമീകി വർണ്ണിച്ചിട്ടുള്ളത്. അനവധി ശ്ലോകങ്ങളൊന്നുമില്ല അവിടെ. അപ്പോൾ അതിൽ 31ാമത്തെ സർഗത്തിലെ സീതയെ അനുനയിപ്പിച്ച ശേഷം സീതയെ തന്നെ അനുഗമിച്ചു തന്നെ പിന്തുടരാൻ ആവശ്യപ്പെട്ടു. യാത്രാദാനങ്ങളൊക്കെ ചെയ്യാൻ നിർദ്ദേശിച്ചു. ആ സമയത്ത് ലക്ഷ്മണൻ അവിടെ ഉണ്ടായിരുന്നു. ലക്ഷ്മണൻ നേരത്തെ വന്ന ലക്ഷ്മണൻ കൗസല്യായിട്ട് രാമൻ നടത്തിയ സംഭാഷണമൊക്കെ കേട്ടു. അദ്ദേഹം ആപ്പാടെ രാമൻ കാട്ടിലേക്ക് പോകുന്നത് തീർച്ചയായപ്പോൾ അതിനെക്കുറിച്ച് വളരെ ദുഃഖിച്ചു. അത് പറഞ്ഞുകൊണ്ടാണ് 31ാം സർഗം ആരംഭിക്കുന്നത്. ഏവം ശ്രുത്വാദസംവാദൻ ലക്ഷ്മണ പൂർവമാഗത ബാഷ്പര്യാകുലമുഖ ശോകം സോഢുവശക്നുഭൻ. ലക്ഷ്മണ പൂർവമാഗത എന്നാണ്. നേരത്തെ തന്നെ അവിടെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുള്ള ലക്ഷ്മണൻ ഇതൊക്കെ കേട്ടു നിർത്തും. അദ്ദേഹം കണ്ണീരിഞ്ഞ മുഖത്തോട് കൂടിയിട്ട് വളരെ പരിതപിച്ചു. എന്നിട്ട് ഭ്രാതസ്ഥരണോഗാഠം നിവിഡ്യ രഘുനന്ദന, ആ രാമൻ്റെ കാൽക്കൽ വേണ്ടിയിട്ട് ആ കാലുകൾ ബലമായി പഠിച്ചുകൊണ്ട് തന്നെ ഉപേക്ഷിച്ച് പോയത് താൻ ഏട്ടനെ എല്ലാ സമയത്തും അനുഗമിക്കുകയും ചെയ്യുന്നുള്ള ബുദ്ധിയോട് കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു. സീതാവാച അതിശയാം രാഘവൻ്റെ മഹാവ്രതം യതി ഗന്ധും കൃതാ ബുദ്ധിർവനം മൃഗഗജായുധം. ധാരാളം വന്യമൃഗങ്ങളായ കാട്ടിലേക്ക് അങ്ങ് പോകുന്നുള്ള ഉറപ്പാണ്. യതി ഗന്ധും, അങ്ങനെയാണെങ്കിൽ അഹം ത്വാനുഗമിഷ്യാമി വനമഗ്രേ ധനുധര, ഞാൻ വില്ലെടുത്തവനായിട്ട് വില്ലും എടുത്തുകൊണ്ട് അങ്ങേക്ക് മുമ്പിലുണ്ടാവും. സംരക്ഷണത്തിനായിട്ട് ഞാൻ മുമ്പിൽ തന്നെ ഉണ്ടാവുക. അങ്ങനെ ഉപേക്ഷിച്ച് കളയരുത്. എനിക്ക് അങ്ങയെ കൂടാതെ, ജ്യേഷ്ഠനെ കൂടാതെ സ്വർഗലോകം പോലും വേണമെന്നില്ല എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. ആ ദേവലോകാക്രമണം അമരത്വമഹം പ്രണയേ, എനിക്ക് ദേവപദവി പോലും വേണമെന്നില്ല. അമരത്വ ദേവനാണല്ലോ. അമരത്വം വേണമെന്നില്ല, ദേവലോകവും വേണമെന്നില്ല. ഐശ്വര്യം ജാവിലോകാനാം കാമയേന ത്വയാവിന, അങ്ങയെ കൂടാതെ, രാമനെ കൂടാതെയുള്ളതായ ഒരു സുഖമോ സൗകര്യങ്ങളോ സ്ഥാനമാനങ്ങളോ താൻ ആഗ്രഹിക്കുന്നില്ല. തന്നെ അതുകൊണ്ട് രാമനെ അനുഗമിക്കാൻ അനുവദിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഏവം ബ്രുവാണ് സൗമിത്രൻ വനവാസായ നിശ്ചിത. രാമനോടൊപ്പം വനവാസം ചെയ്യണം എന്ന് നിശ്ചയിച്ചിട്ടുള്ള ഈ ലക്ഷ്മണൻ്റെ വാക്ക് കേട്ടിട്ട് രാമൻ എന്ത് ചെയ്തു? രാമേണ ബഹുഭി സാന്ത്വീർ നിഷിദ്ധ. ലക്ഷ്മണൻ്റെ ആ നിർദ്ദേശത്തെ, ആശയത്തെ നിഷേധിച്ചുകൊണ്ട് അയാളെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുബിർ പലതരത്തിലുള്ള യുക്തികളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു, അങ്ങ്
യഥാർത്ഥത്തിൽ ലക്ഷ്മണനോട് പറയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ ആ കേകേവതിയുടെ മകളായ കൈകേയിയെക്കുറിച്ച് പറയാണ്. അവൾക്ക് ആ കൈകേയിക്ക് വശകനായിരിക്കുന്ന അച്ഛൻ വല്ലാണ്ട് വിഷമിക്കും. മഹാതേജസ്വിയാണ് ദശരഥനെങ്കിലും ഇപ്പം കാമപാശബദ്ധനായിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നീ ഇവിടെ നിന്നിട്ട് അച്ഛനോ മറ്റ് മാതാക്കൾക്ക് സഹായം ചെയ്യാൻ വേണ്ടത്. ഈ സപത്നിമാർക്ക് അവളൊരു നന്മയും ചെയ്തു എന്ന് വരില്ല. കൈകേയി സപത്നി എന്ന് പറയുന്നത് കൗസല്യ സുമിത്രയാണ്. അവർക്കൊരു ബുദ്ധിമുട്ടാണ്. സാഹി രാജ്യവിധം പ്രാപ്യ നിറസ്യ അശ്വപതേ സുത. അശ്വതി രാജാവിൻ്റെ മകളാണ് കൈകേയി. അശ്വതി രാജാവിൻ്റെ മകളായ അമ്മ ദുഃഖിതാനാം സപത്നീനാം ന കരിഷ്യതി ശോഭനം. ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വറവായിട്ട് ദുഃഖിക്കുന്ന എൻ്റെ അമ്മയെ കൗസല്യക്കോ എൻ്റെ അമ്മയെ സുമിത്രയ്ക്കോ അവൾ നന്മയൊന്നും ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. അതുകൊണ്ട് നല്ലതാണ് നീ ഇവിടെ ഇരുന്നിട്ട് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അതുകൊണ്ട് ഇനി അഥവാ ഭരതൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പോൾ സാധാരണയിൽ വിപരീതമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ കൈകേയിക്കാൾ അധീനനായി തീരുകയാണെങ്കിൽ ആ കൗസല്യക്കും സുമിത്രയ്ക്കും ആരും രക്ഷകന്മാരായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നീ അതാണ് ചെയ്യേണ്ടത്. ആര്യായ കൗസല്യയും രാജാനുഗ്രഹത്തെ ഒക്കെ രക്ഷിക്കുകയാണ് നീ വേണ്ടത് എന്ന് പറഞ്ഞു. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ഏവം ഗുരുഷ സൗമിത്രേ മൽകൃതേ രഘുനന്ദന. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതായ വാക്കുകൾ അനുസരിക്കുക വേണ്ടത്. അസ്മാവിന് വിപ്രഹീനായ മാതൃനോ നഭവേത് സുഖം. എൻ്റെ അഭാവത്തിൽ ദുഃഖിക്കുന്ന അമ്മയ്ക്ക്, അപ്പോൾ ഞാനില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്ന അമ്മയ്ക്ക് സഹായമായി തീരാവേണ്ടത്. അതുകൊണ്ട് അവർക്ക് ദുഃഖമില്ലാത്ത വിധത്തിൽ നീ കഴിച്ചു കൂട്ടണം, അതാണ് വേണ്ടതെന്ന് അർത്ഥം. ഏവമുക്തസ്തു രാമേണ ലക്ഷ്മണയാകിരാവൃത്തിവാച. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ, മാർദ്ദവമുള്ള സ്വരത്തിൽ പറഞ്ഞപ്പോൾ ആ രാമനോട് ലക്ഷ്മണൻ വീണ്ടും പറഞ്ഞു, രാമം വാക്യജ്ഞോ വാക്യഗോപിതം. വാക്കൊക്കെ നന്നായിട്ട് പറയാൻ കഴിയുന്നവനായ ആ ലക്ഷ്മണൻ പറഞ്ഞു, അങ്ങ് പറയുന്ന പോലെ ഈ കൗസല്യക്കോ സുമിത്രക്കോ വിഷമൊന്നും ഉണ്ടാവില്ല. അങ്ങയുടെ തേജസ് കൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ കഴിയും. എന്നുവെച്ചാൽ അങ്ങയുടെ അമ്മയാണ് കൗസല്യമുള്ളതുകൊണ്ട് അവർക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. അത്രയധികം തേജസ്സുള്ളവനാണ് അങ്ങനെയാണ്. തവൈവ തേജസാവീര ഭരത പൂജയിഷ്യതി. മാത്രമല്ല അങ്ങനെയുള്ള ബഹുമാനാദരങ്ങളും അങ്ങനെയുള്ള യോഗ്യതയും കൊണ്ട് ആ ഭരതൻ കൗസല്യക്കോ സുമിത്രയ്ക്കോ എതിരായിട്ടൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് എന്ന് മാത്രമല്ല കൗസല്യെ പൂജിക്കന്നെ ചെയ്യും. തവൈവ തേജസാവീര ഭരത പൂജയിഷ്യതി കൗസല്യഞ്ച സുമിത്രഞ്ച പ്രേതോ നാസ്തി സംശയ. അതിന് സംശയിക്കാനൊന്നുമില്ല. ആ ഭരതൻ വിപ്രിയമായോ അപ്രിയമായോ ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ യതി ദുസ്തോന്ന രക്ഷേതാ ഭരതോ രാജ്യമുത്തമം. ഇനി അഥവാ രാജ്യം സ്വന്തമായതിനു ശേഷം ദുർബുദ്ധിയായി തീർന്നിട്ട് അവരെ രക്ഷിക്കാതിരിക്കുകയാണ് ആ ഭരതൻ ചെയ്യുന്നുണ്ടെങ്കിലോ അവനെയും അവൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഞാൻ വകവരുത്തും എന്ന് പറയാം. ലോകങ്ങളെതിരായാലും ഞാൻ അതൊക്കെ ചെയ്യും. എന്നോട് എതിരിലാണ് ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. തമഹം ദുർമതിയും ക്രൂരം വധിഷ്യാമിൻ്റെ സംശയ. ഞാൻ ആ ഭരതനെ വധിക്കുകയാണ് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ഭരതനിൽ നിന്ന് വിപരീതമായ എന്തെങ്കിലും പ്രവൃത്തി പ്രതീക്ഷിക്കാൻ ഒക്കെ ഉണ്ട്, ഇവിടെ ഒന്നുമില്ല, ആശങ്കിക്കാനൊന്നുമില്ല. പക്ഷെ എന്നാൽ ലക്ഷ്മണൻ രാമനോടുള്ള സ്നേഹാധിക്യവും ബഹുമാനം കൊണ്ട് പറയുകയാണ്, അങ്ങയുടെ അമ്മയ്ക്കോ എതിരായിട്ട് എന്താ ചെയ്യുകയാണ്, ഞാനവിടെ കൊല്ലുതന്നെ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല കൗസല്യക്കുള്ള നിത്യനിദാനങ്ങളെ പറ്റിയൊന്നും വിഷമിക്കാനില്ല. പട്ടമഹിഷിയാണെന്ന് മാത്രമല്ല അവർക്ക് സ്വന്തം തന്നെ 1000-ഓളം ഗ്രാമങ്ങൾ സ്വന്തം കൈവശമുണ്ടെന്നാണ്, എൻ്റെ അധികാരത്തിൽപ്പെട്ടതുണ്ട്. കൗസല്യാര്യ സഹസ്രം മദ്വിധാനവി. ഓരോരുത്തരും പറയുന്നത് അല്ല. അതായത് എന്നെപ്പോലുള്ള 1000കണക്കിന് ആളെ രക്ഷിക്കാനും ആ കൗസല്യ അതേ മതി എന്നാണ്. 1000 ഗ്രാമത്തിൻ്റെ ഉടമസ്ഥയുണ്ട് അവർക്ക്. യസ്യാ സഹസ്രം ഗ്രാമാണ് സംപ്രാപ്ത ഉപജീവിനാം. അതുകൊണ്ട് 1000 ഗ്രാമങ്ങൾ സ്വന്തം കൈകാര്യത്തിൻ്റെ ഇത് കൗസല്യക്ക് ഉണ്ടായിരിക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കാനറിയാൻ മാത്രമല്ല എന്നെപ്പോലുള്ളവർ രക്ഷിക്കാനും കൂടി സാധിക്കും. അതുകൊണ്ട് അതൊന്നും വിചാരിച്ചിട്ട് അങ്ങ് വിഷമിക്കരുത്. ഞാനെന്ത് ചെയ്യാം, ധനുരാധായ സഗുണം ധനിത്ര പിടകാധര. ഞാൻ അമ്പുവില്ലും വേണ്ടതായ അത്യാവശ്യമുള്ളതായ കൈക്കോട്ട് മുതലായതൊക്കെ എടുത്ത്, അതായത് കാട്ടിൽ പോകുമ്പോൾ പലപ്പോഴും കൊത്തുകളൊക്കെ വേണ്ടി വരും, ചില സ്ഥലങ്ങൾ നിരപ്പാക്കേണ്ടി വരും. അതിനൊക്കെയുള്ള ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഞാനും പിന്താക്കി അഗ്രതസ്ഥേകമിഷ്യാമി പന്ഥാനന്ദപദശൻ. അങ്ങക്ക് വഴി കാണിച്ചുകൊണ്ടും അങ്ങയുടെ വഴിയൊക്കെ നന്നായിക്കൊണ്ടും ഞാൻ വരാം. എനിക്ക് അങ്ങയുടെ വിരഹം സഹിക്കാനാവില്ല.
ഭവാംസു സഹ വൈദേഹ്യ ഈസ അനുഷുരംസ്യസേ. അതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങക്ക് സീതയോടുകൂടി സുഖമായിട്ട് പർവ്വത പ്രദേശങ്ങളിലും നദീതരങ്ങളിലൊക്കെ രമിക്കാം. സീതയുടെ സംരക്ഷണത്തെ പറ്റി വിഷമിക്കേണ്ടതില്ല, ഞാനുണ്ടാവും അർത്ഥം. അങ്ങക്ക് സുഖമായിട്ടിരിക്കാൻ കഴിയും. അതുകൊണ്ട് രാമസ്ത്വനേന വാക്യേന സുപ്രീത പ്രത്യവാചകം. ഇങ്ങനെയൊക്കെ ആ ലക്ഷ്മണൻ വീണ്ടും തനിക്ക് ജ്യേഷ്ഠനെ പിന്തുടരുന്ന വേണം എന്നുള്ള ആ ദൃഢനിശ്ചയം വെളിപ്പെടുത്തിയപ്പോൾ രാമൻ പറഞ്ഞു അങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു 10-12 ശ്ലോകം കൊണ്ടാണ് രാമൻ ലക്ഷ്മണൻ സംവാദം വാൽമീകി പ്രതിപാദിച്ചിട്ടുള്ളത്. അധ്യാത്മമാനത്തുള്ളതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായ തത്വോപദേശങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണ് നീ എന്ത് ചെയ്തോളൂ വന്നു സൗമിത്രേ സർവമേവ സുഹൃജനം. അങ്ങനെയാണ് നീ നിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറഞ്ഞ്, കാരണം രാമൻ കാട്ടിൽ പോകുന്നല്ലേ അവിടെയൊക്കെ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ലക്ഷ്മണനും കൂടി പോകുന്നുണ്ടെന്ന് വന്നാൽ അതൊക്കെ അവരോടൊക്കെ യാത്ര പറയൂ, അവർക്ക് വേണ്ടതായ യാത്ര വഴികളൊക്കെ കൊടുത്ത് വന്നോളൂ. സൽകൃത്യനിഹിതം സർവമേതദാചര്യ സദ്മനി സർവമായുധമാതായ ക്ഷിപ്രമാവൃത ലക്ഷ്മണ. വരുന്ന ഉറപ്പാണ്, പിന്നെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. എല്ലാവരോടും വേണ്ടതുപോലെ ആ യാത്രാനുവാദമൊക്കെ വാങ്ങിയിട്ട് വരൂ, അവർക്കൊക്കെ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ കൊടുക്കൂ. എൻ്റേതായിട്ട് എന്തൊക്കെ ധനമുണ്ടോ അതൊക്കെ ദാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാമൻ്റെ. അതുകൊണ്ട് നഗരത്തിന് പുറത്തോ നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ രാമൻ്റെ ഒക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരൂ, അവർക്കൊക്കെ ഞാൻ എൻ്റെ ധനമൊക്കെ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാണ് യാത്രാദാനം എന്ന് പറയും. പ്രധാനപ്പെട്ട സംഗതിക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ രാമർക്ക് ദാനം ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവരെങ്ങനെയുള്ളവരാണ്? എൻ്റെ ധനം എത്രയുണ്ടോ കുറച്ചൊന്നുമല്ല, അതൊക്കെ ഞാൻ കൊടുക്കുക. അഹം പ്രദാതുമിച്ഛാമി യദിതം മാമകന്ധനം. എൻ്റെതായ എന്തൊക്കെ ധനമുണ്ടോ അതൊക്കെ ഞാൻ ബ്രാഹ്മണേഭ്യ തപസ്വിഭ്യ ത്വയാ സഹപരന്തവാ, അതിനോടുകൂടി ഇരുന്നിട്ട് അത് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവരൊക്കെ വിളിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇത്രയും ഭാഗങ്ങളാണ് ലക്ഷ്മണനായിട്ടുള്ള സംവാദം വാൽമീകി രാമായണത്തിലുള്ളത്. അധ്യാത്മരാമായണത്തിൽ വളരെ വിസ്തരിച്ച് ഇല്ല ഈ ഒരുമ്പൽ അതായത് അച്ഛനെ വധിക്കും, മറ്റുള്ളവരെ വധിച്ചിട്ടും ഞാൻ രാമനെ രാജാവാക്കും എന്നൊക്കെയാണല്ലോ ലക്ഷ്മണൻ ക്രോധാകുലായിട്ട് പറയുന്നത്. അതിനൊക്കെ വിശദമായ മറുപടിയാണ് രാമൻ പറഞ്ഞത്. രാമൻ പറഞ്ഞു നിൻ്റെ ഈ ഉദ്യമങ്ങളൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. നീ സ്നേഹം കൊണ്ട് പറയുന്നതാണെങ്കിലും ഇതൊന്നും യഥാർത്ഥത്തിൽ ഉചിതമല്ല. കാരണം നീ ഈ ധനാദികളും രാജ്യമൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നുള്ള വിചാരത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ ക്ലിപ്പായിട്ട് കാണുന്ന പോലെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രവാഹഞ്ചലും വേഗേന നഷ്ടമാവും ആയുസ് ഓർക്ക നീ എന്ന് പറയുന്നില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നീ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളല്ല, കാരണം ഇതൊക്കെ ഭോഗത്തിന് വേണ്ടിയുള്ളതാണ്, അതൊന്നും ശരിയായതുള്ളതല്ല. അതുകൊണ്ട് ആത്മാവിൻ്റെ തത്വത്തെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് ഉപദേശിച്ചു. യഥാർത്ഥത്തിൽ ഈ ആത്മാവ് മാത്രമാണ് നിലനിൽക്കുന്നത്, ശരീരാദികളുടെ ഭ്രമമൊക്കെ വളരെ കഴിഞ്ഞതാണ്. എല്ലാ ജീവജാലങ്ങളും നാളെ വരാനിരിക്കുന്ന അപരിഹാര്യമായ മരണത്തെക്കുറിച്ച് ബോധമില്ലാതെ തൽക്കാലം കിട്ടാവുന്നതായ സുഖഭോഗങ്ങൾക്ക് പുറകെ ഓടുകയാണ്. അതൊക്കെയാണ് എഴുത്തച്ഛനും പറയുന്നത്. ഈ ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്ന് പറയുന്നത്, ഈ തവള പാമ്പിൻ്റെ വായിൽപ്പെട്ട തവള എന്ത് ചെയ്യുന്നു, ഈ ഭക്ഷണത്തിന് വേണ്ടി നാവ് കിട്ടിയിരിക്കുന്ന പോലെ ഇതൊക്കെ തന്നെയാണ് അധ്യാത്മരാമായണ മൂലത്തിൽ വിശദമായിട്ട് പറയുന്നത്. അപ്പുണ്ണിക്കൈമകളുടെ തർജ്ജമ സൗകര്യത്തിന് വേണ്ടി കേൾക്കാം, എളുപ്പാർത്ഥം മനസ്സിലാക്കാൻ സൗകര്യമാണ്. അതാണ് ശൂരന്നീരകുശാർദൂലാഹിതമായൻ ഹിതൈഷി ശരിയായൻ ഹിതൈഷിയും സത്യം നീ ഒന്നതെന്നാൽ തൻ കൃത്യത്തിൻ കാലമല്ലിത്. അച്ഛനെ പോലും ശിക്ഷിക്കാമെന്നൊക്കെ ലക്ഷ്മണൻ പറഞ്ഞല്ലോ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ കാലമല്ല. കാരണം ഈ ദേഹാദികളിൽ ഭ്രമിച്ചിട്ടാണ് നീ ഇതൊക്കെ പറയുന്നത്. മഞ്ഞിലെ ഭോഗ്യവസ്തുക്കൾ മിന്നലിൻപടി അഞ്ചലം ക്ഷിപ്രം നശിക്കും ആയുസ്സും തപ്തലോഹസ്തമമ്പുപോൽ. ഇതൊക്കെയാണ് എഴുത്തച്ഛൻ വളരെ കുറച്ചുകൂടി വിസ്തരിച്ച് പറഞ്ഞത്. ലോഹസ്തംഭ ബിന്ദുന എന്ന് പറഞ്ഞാൽ ലോഹത്തിൻ്റെ മേലെ ചുട്ടുവെച്ച ലോഹത്തിൻ്റെ മേലെ ഒരു വെള്ളത്തുള്ളി വീണ് കഴിഞ്ഞാൽ ആ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകും. അതേപോലെയുള്ളൂ ഈ ലോകമൊക്കെ. സർപ്പവായിൽപ്പെടും വേഗം ചാപ്പാടോർക്കുന്ന പോലവേ. അതാണ് സർപ്പത്തിന് വായിൽപ്പെട്ട പാമ്പ്, സർപ്പത്തിന് വായിൽപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്നാണ്. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. കാലസർപ്പം പിടിച്ചോരി ലോകരും ഭോഗലോലുപം. യഥാർത്ഥത്തിൽ നദ്യാവൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും നേരത്തെ പറയും. അതാണ് മൂലത്തിലുള്ളത്. പുഴയിൽ പോം കടിക്കൂട്ടം വഴിയിൽ പാന്ത പോലെയും. കുറേ ആൾക്കാർ ഒരുമിച്ച് വഴി നടക്കുമ്പോൾ ഓരോ ആളും ചില ദിക്കിലെത്തുമ്പോൾ അവനവൻ്റെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞു പോയി എന്ന് വരാം.
അത്രയൊക്കെ ഉള്ളൂ ഈ ലോക ജീവിതവും. ഭാര്യ, മക്കൾ, സഹോദരന്മാർ, ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകും. അപ്പോൾ ഇതിനൊന്നും പരിഭ്രമിച്ചിട്ട് ഇതിലൊക്കെ വിചാരിച്ചിട്ട് നീ അച്ഛന്മാരെ വധിക്കാമെന്നും എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നൊക്കെ പറയുന്നത് വളരെ ശരിയല്ല എന്നർത്ഥം. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. സംസാരം ദുഃഖസമ്പൂർണം ഗന്ധർവനഗരോപമം. ഗന്ധർവനഗരം പോലെ മായാവിഭ്രമം മാത്രമാണിത്. സ്വപ്നതുല്യമതെന്നാലും മഗ്നരമൂഢരായതിൽ. ഇത്രയൊക്കെ ഉള്ളൂവെങ്കിലും ഈ സാംസാരികമായ ഭൗതിക പ്രലോഭനങ്ങളിൽ പെട്ടിട്ട് മൂഢന്മാരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വിസ്തരിച്ച് പറഞ്ഞു. ആയുസ് ചോർന്നു പോകും പച്ച മൺപാത്രജലം എന്ന പോൽ. ചൂളയ്ക്ക് വെക്കാത്ത മൺപാത്രത്തിലെ വെള്ളം എങ്ങനെയാണ് ചോർന്നു പോകുന്നത്, അതേപോലെ ഈ ഭോഗസുഖങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നതാണ്. ദേഹത്തിൽ ആക്രമിച്ചിടും രോഗശത്രുക്കളും ദൃഢം ജലയും വ്യാഘ്രിയെപ്പോലെ ക്രൂരയായി നോക്കി അനുഭവേ. ജലാനലകളൊക്കെ നമ്മളെപ്പോഴും ആക്രമിക്കാതെ കൊണ്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ദേഹത്തെക്കുറിച്ചുള്ള അമിതമായ ബഹുമാനം ഉണ്ടാക്കരുത്. ഈ ക്രോധം നിനക്ക് അച്ഛനോടും ഒക്കെയുള്ള ക്രോധം ഒന്നല്ല. ക്രോധമാണ് എല്ലാ തരത്തിലുള്ള അപകടങ്ങളും കാരണം. എല്ലാ ധർമ്മത്തെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് ബുദ്ധിമാന്മാരെ ക്രോധം ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത്. ക്രോധം മഹാബലൻ ശത്രു കാമം വൈതരണി നദി സന്തോഷം നന്ദനോദ്യാനം ശാന്തിയോ കാമധേനുവാം. ശാന്തിയെ തന്നെ ഭജിക്ക നീ എന്നൊക്കെ എഴുതവശനം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ക്രോധം അത്ര നന്നല്ല. ക്രോധം എല്ലാ ആപത്തുകളും ഉണ്ടാക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള ധാർമ്മികതയും അതില്ലാതാക്കും. ക്രോധത്തിൽപ്പെട്ടവൻ അച്ഛനന്മാരോടും ഗുരുക്കന്മാരോടും ആരും എന്തും ചെല്ലിന്ന് വരാം. അതുകൊണ്ട് ഇതിനൊന്നും വഴങ്ങിക്കൊടുക്കരുത്, ഇതൊന്നും നന്നല്ല എന്നിങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ ഭ്രമങ്ങളിൽ നിന്ന് ഒഴിവാകുമെന്നാണ് രാമൻ ആദ്യത്തിൽ പറയുന്നത്. അപ്പം അതൊന്നും ലക്ഷ്മണന് ബോധ്യപ്പെടാത്തതുകൊണ്ടും ലക്ഷ്മണൻ എന്തായാലും തന്നെ പിന്തുടരുന്ന ഉറപ്പ് വന്നപ്പോൾ അതിന് അനുവാദം കൊടുത്തു എന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് അധ്യാത്മരാമായണത്തിൽ പറയുന്നത്. കുറേ ശ്ലോകങ്ങളിലാണ് അധ്യാത്മരാമായണകാരൻ ലക്ഷ്മണൻ്റെ ഈ വാക്കുകളും അതിന് രാമൻ കൊടുക്കുന്ന വിശദമായ മറുപടിയൊക്കെ പറഞ്ഞത്. ഇങ്ങനെ ധാരാളം പറഞ്ഞില്ല. പ്രാർത്ഥിച്ചാശീർവദിച്ചേവം പുസ്തകം പുൽകിൽ അജ്ഞയാൽ. അത് കഴിഞ്ഞ് അമ്മയുടെ വിവാദമൊക്കെ ആയിട്ടാണ് ലക്ഷ്മണൻ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എന്ന് മാത്രമല്ല ലക്ഷ്മണൻ താൻ ജീവൻ കളയുന്ന പോലും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അനുജ്ഞ നൽകിയില്ലെന്നാൽ ഞാനൻ പ്രാണൻ ത്യജിച്ചിടും എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അനുവദിച്ചതെന്നർത്ഥം. ഇങ്ങനെ ആണ് ലക്ഷ്മണന് അനുവാദം കൊടുക്കുന്നതായ ഭാഗം അധ്യാത്മരാമായണത്തിലുള്ളത്. കമ്പരാമായണകാരൻ അതൊന്നത്ര വിസ്തരിച്ചിട്ടില്ല. നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം സൂചിപ്പിച്ച പോലെ യുദ്ധകാണ്ഡമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ബാഹ്യത്തെ ആരണ്യകിഷ്കിന്ധാണ്ഡങ്ങളൊക്കെ വളരെ ചുരുക്കി മാത്രമേ അവിടെ വിവരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചുരുക്ക ശ്ലോകത്തിൽ കമ്പരാമായണത്തിൽ ആപ്പാടെ 12 ഈരടികളുകൊണ്ടാണ് ഈ തത്വോപദേശമൊന്നും കൂടാതെ, അതായത് അധ്യാത്മരാമായണത്തിൽ കാണുന്ന യാതൊരു വേദാന്ത ഉപദേശങ്ങളൊന്നും ഇല്ലാതെ ധാർമ്മികമായ കാരണങ്ങൾ പറഞ്ഞിട്ട് അച്ഛനനുസരിക്കുക നമ്മളെ ബാധ്യതയാണ്. വേറെ വേദാന്ത തത്വങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലല്ല ലക്ഷ്മണൻ സമാധാനിപ്പിക്കുന്നത്. അച്ഛനനുസരിക്കുക മക്കൾ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ നീ ക്രോധിക്കുകയും അച്ഛനെന്തോ അപകടം പറ്റിച്ചു, അച്ഛൻ്റെ ദോഷം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കരുത്. നമുക്കെപ്പോഴും അച്ഛനമ്മമാരനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്തിത് ഊതൽകെടോ വത്സാദനക്കേവം അന്തരംഗത്തിയിൽ ഒരക്ഷാന്തി ഉണ്ടാവാൻ താതവാക്യം പരിപാലിച്ചിടും ആത്മജാതനത്രേ ഭൂജാതനായുള്ളവൻ കൈകേയാമം അതനുടേ മാനസമാകവേ കേളിക്ഷു കാണ്ടാ മധുരമം. അതുകൊണ്ട് കൈക്കുന്നതാകിൽ കരിമ്പൂരസേനയ്ക്ക് വയ്ക്കുന്ന ദോഷമത്രയതും കാരണം. ഓരോരോ സ്വഭാവത്തിനനുസരിച്ച് വരുന്നതേ ഉള്ളൂ. ആ അമ്മ അങ്ങനെ പറയാനൊക്കെ ഇത്രയും കാരണമുള്ളൂ. അതുകൊണ്ട് നീ അച്ഛനെ ഭരിക്കല്ല വേണ്ടത്. ഭാഗ്യം ഭരതാകുമാരനോ വന്നതോ യോഗ്യമോ നാം ഒഴിക്കുന്നതോ ആർക്കടോ എന്നൊക്കെയുള്ള ലൗകിക ന്യായമാണ് കമ്പരാമായണത്തിൽ രാമൻ പറയുന്നത്. അത് ഭരതന് ഇപ്പോൾ രാജ്യാധികാരം കിട്ടി, രാജഭോഗങ്ങളൊക്കെ ഭരതനെ വരുന്നുള്ളതിൽ ഭരതനൊരു ഭാഗ്യം വന്ന് ചേർന്നിരിക്കുകയാണ്. അതില്ലാതാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ സഹോദരന്മാർക്ക് ചേർന്നതാണോ? അയാൾ സുഖമൊക്കെ അനുഭവിച്ചോട്ടതാണ്. യോഗ്യമോ നാം ഒഴിക്കുന്നതോ ആർക്കടോ, നാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഭൂതലവാസികൾക്കൊക്കെ വേണം പരിഹാസത്തിനു വഴി കാട്ടുക നല്ലതോ.
ഇതൊക്കെ ലൗകിക ന്യായങ്ങളാണ് രാമായണത്തിൽ പറയുന്നതൊക്കെ. മറ്റുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും? സഹോദരന്മാർ തമ്മിൽ ഒരു സഹോദരന് രാജ്യഭോഗങ്ങളൊക്കെ കിട്ടിയത് കണ്ടപ്പോൾ അതില്ലാതാക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചു എന്ന് വരുന്നത് സുഖമാണോ? നമ്മൾ പരിഹാസ്യരാവില്ലേ ചെയ്യുക. അതുകൊണ്ട് അധ്യാപരേതാകും ആരനോ രാജ്യാധിപത്യം ലഭിച്ചതുകൊണ്ടു നമുക്കിനി എപ്പേരും ആ പദം നഷ്ടമായുള്ള ഉൾപ്പൂ നീ കരുതിയിടുക വേണ്ടടോ എന്ന് മാത്രമല്ല, ഭരതന് ഇപ്പോൾ തൽക്കാലം അച്ഛനെ രാജ്യം കൊടുത്തു എന്ന് വിചാരിച്ചിട്ടാണ്. എക്കാലത്തേക്കും അതിന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം ആജീവനാന്തം കാട്ടിൽ പാർക്കാനൊന്നും ദശരഥൻ്റെ നിർദ്ദേശമില്ല, കൈകേയനപരവുമായിട്ടില്ല. 14 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരാം, അവൾ അതിനെപ്പറ്റി നീ പരിഭ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞ് ചുരുങ്ങിയ വാക്കുകളിലാണ് അവിടെ പറഞ്ഞത്. രാമായണത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ശ്ലോകങ്ങളിലാണ് ലക്ഷ്മണൻ പറയുന്നതും രാമൻ പറയുന്നതുള്ളത്. യാത്രാദാനം ചെയ്യുന്നതിനെ പറ്റിയിരിക്കുക. രാമായണ ചമ്പൂല് 11 മുതൽ ഭാഷാരാമായണ ചമ്പൂല് വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗത്താണ് ഈ ലക്ഷ്മണൻ്റെ ക്രോധവും രാമൻ്റെ സാന്ത്വനമൊക്കെ. അവിടെ അനവധി ശ്ലോകങ്ങളൊന്നും സാധാരണ വളരെ വിസ്തരിച്ച് പറയുന്ന ആളാണെങ്കിലും 82 ശ്ലോകന്മാർക്ക് 5-6 ശ്ലോകങ്ങളിലാണ് ഈ വിച്ഛിന്നാഭിഷേകത്തിൽ ഈ ലക്ഷ്മണൻ്റെ ക്രോധവും രാമൻ്റെ സാന്ത്വനമൊക്കെ പുനഃനമ്പൂതിരി അവതരിപ്പിക്കുന്നത്. ശ്ലോകങ്ങളൊക്കെ വളരെ ഗൗരവപ്പെട്ട ആ ഒരു ക്രോധാകുലനായിരിക്കുന്ന ലക്ഷ്മണൻ്റെ ഭാവമൊക്കെ വേണ്ടതുപോലെ സ്ഫുരിപ്പിക്കുന്ന രീതിയിലാണ് ശ്ലോകമൊക്കെ. കോപാദാകർണ്യകർണജ്വരകരണപടുൻ രാമചന്ദ്രാഭിഷേക പ്രത്യുഹേദന്തമന്ദ പുരജനകഥിതം ലക്ഷ്മണതക്ഷണേന ശിഞ്ചാസന്ധാനഗുഞ്ചാല കുഞ്ചൻ വലയ കളകളോത്കീർണ ചൈത്രപ്രശസ്തി സംരംഭാത് അർത്ഥമാർഗേ ശരമപിചരഥേ ഉദ്ധരന്നഭ്യധാവൽ എന്നൊക്കെയാണ്. രാമൻ്റെ അഭിഷേകം മുടക്കാൻ പോവുകയാണ്, അതിന് വിഘ്നം ഉണ്ടാക്കിയിരിക്കുന്നു കൈ എന്നൊക്കെ വിശദമൊക്കെ കേട്ടപ്പോൾ ക്രോധത്തോട് കൂടിയിട്ടാണ്. കോപാദാകർണ്യ കേൾക്കുമ്പോൾ ദേഷ്യം വന്നു. എന്നിട്ട് തൻ്റെ ഗംഭീരമായ വില്ല് കൊലത്ത് നിർത്തിയിട്ട് വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു എന്നാണ്, എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ള നിനക്കില്ലേ, ശരഥയെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് വരഞ്ഞിട്ട് ഓടി വന്നതാണ്. എന്നിട്ടാണ് തൻ്റെ വിപ്രതിപത്യവും അച്ഛൻ കാമാന്ധനായിട്ട് ചെയ്യുന്നതാണ്, ഇതനുസരിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത്. താത പ്രേമജലോകരത്യനുചിതം ത്യാജ്യാസപൂജ്യോ വിസൻ. അച്ഛൻ സ്വതേ പൂജിക്കപ്പെടേണ്ട ആളാണ്. പക്ഷെ അച്ഛൻ ഇപ്പം പറയുന്ന വാക്ക്, ദശരഥൻ പറയുന്ന വാക്കൊക്കെ എന്താണ്? പ്രേമം കൊണ്ട് ജളനായി തീർന്നിരിക്കുകയാണ്. കയ്യേലുള്ള അസ്ഥാനസ്ഥമായ കാമം അഥവാ അമിതമായ കാമം കൊണ്ട് തൻ്റെ ധാർമ്മിക ബുദ്ധിയൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പൂജ്യനാണെങ്കിലും ഇപ്പോഴ് ദശരഥൻ്റെ വാക്ക് അനുസരിക്കേണ്ട കാര്യമില്ല എന്നാണ് ലക്ഷ്മണൻ്റെ മട്ട്. ത്യാജ്യസപൂജ്യോ അഭിസൻ കൈകയ്യ കുചരിത്രമേതതിഥി ചേ തസ്തി കുണ്ഠംഗമാ. ഇത് കൈകേയിൻ്റെ ആ ദുർബുദ്ധി കൊണ്ടുണ്ടായതാണ്. നമ്മൾ ഇതൊന്നും പരിഭ്രമിക്കേണ്ടതില്ല. അങ്ങ് രാജാവായി വാഴേണ്ടതാണ്. ഇക്ഷ്വാകുക്കളുടെ വംശപാരമ്പര്യം തന്നെ മൂത്ത മകൻ രാജാവാവലാണ്. ഇനി അഥവാ ആരെങ്കിലും അങ്ങയുടെ ഈ രാജ്യലാഭത്തിനെതിരായിട്ടുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും ഞാൻ നേരിട്ടുള്ളതാണ്. അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇല്ല കിം ലോഭേന വിലംഘിത സഭരതോ ഏനൈവ ദേവംഗതം മാതാ സ്ത്രീലഘുതംഗതാകിമഥവാ മാതൈവമേ മധ്യമ. അതുകൊണ്ട് ഞാൻ അവരൊക്കെ എൻ്റെ അമ്മയെയും ഒക്കെ വിചാരിച്ചിട്ട് എൻ്റെ മാതാവ് തന്നെ ഉത്തമയല്ല, എൻ്റെ മധ്യമാതാവാണെന്നർത്ഥം. അവരൊക്കെ അച്ഛൻ്റെ കളത്രമായിരിക്കുന്ന ആ കൈകേയിക്ക് വേണ്ടിയിട്ട് ഈ മുൻകൂട്ടി ചെയ്ത വാഗ്ദാനങ്ങളൊക്കെ ഇല്ലാതാക്കാണ് അച്ഛൻ ചെയ്യുന്നത്. അങ്ങ് രാജ്യത്തിലാകുന്ന ഒരു ജനമധ്യത്തിൽ പ്രതിജ്ഞ ചെയ്തതാണ്. അതുകൊണ്ട് അങ്ങ് പരിഭ്രമിക്കരുത്. അപ്പോൾ നമ്മൾ അങ്ങിങ്ങനെ വിഷമിച്ചിട്ട് പോകാൻ പുറപ്പെടല്ല വേണ്ടത്. ഞാൻ അച്ഛൻ യഥാർത്ഥത്തിൽ എന്താണ് ആ കൈകേയിയുടെ നിർബന്ധത്തിന് കീഴടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അതിലങ്ങ് വണക്കമുള്ളവനായി ഭവിക്കേണ്ടതെന്നർത്ഥം. അതുകൊണ്ട് അമാഭുസ്പൽ പദപത്മയോർ, അങ്ങ് അച്ഛൻ്റെ വാക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അച്ഛൻ ധർമ്മബുദ്ധി കൊണ്ടല്ല കാമാസക്തനായിട്ട് പറഞ്ഞതാണ്. കൈകേയിമയ പിശാചികാപഹൃത എന്നൊക്കെയാണ് പറഞ്ഞത്. കൈകേയിയാകുന്ന പിശാചിൻ്റെ അക്കൗണ്ട് പെട്ടിട്ടാണ്. അപഹൃത താത
വാക്യമിതമെന്നതങ്ങ് അകലയ്യ. ആ കൈകേയിയുടെ ഇഷ്ടമായ മനസ്സിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളനുസരിച്ചിട്ടാണ് അച്ഛനീനൊക്കെ പറഞ്ഞത്. അത് നന്നായി മനസ്സിലാക്കൂ. താതവാക്യം ഇതും, അച്ഛൻ്റെ വാക്കൊക്കെ ഇങ്ങനെയുള്ളതാണ്. കൈകേയിയുള്ള അന്ധമായ കാമത്തിനുണ്ടായത്, അതിനെ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. ആകലയ്യ ധരണീതലം പ്രഥമജത്തമര്യപരിവല്യതം. ആദ്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജനക്കൂട്ടത്തിൽ വെച്ചിട്ട് ജനങ്ങളോട് അഭിപ്രായം ചോദിച്ച് രാമനെ നാളെ അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാണ്. അപ്പം അതിന് വിപരീതമായിട്ട് ഇപ്പം പറഞ്ഞതിന് നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. മോഹമെന്തിതു വിരുദ്ധരായവരെ വെല്ലുവാനുമിക ഞാനുള്ള, അഥവാ അതിന് ഇനിയും തടസ്സം നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഞാൻ നേരിട്ടുള്ളതാണ്. അങ്ങൊന്നും കൊണ്ടും പരിഭ്രമിക്കേണ്ടല്ല എന്ന് പറഞ്ഞു. രാമൻ പറയുന്ന വാക്കുകൾ കുറച്ച് ശ്ലോകങ്ങളുണ്ട്. രാമലക്ഷ്മണനെ സ്വാധീനിച്ചുകൊണ്ട് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയാണ്: പാരുഷ്യമർന്നിധി വദന്ത മുദഗ്രഗോപാൽ വീരൻ നിജാനുജസം നിജാനുജം സമവലോക്യ ധീമാൻ ചാരുസ്മിത ദ്വിതീലോളമെടുത്തവാര ശ്രീരാമചന്ദ്രൻ അരികത്ത് വിളിച്ചവാദീത്. ഇങ്ങനെ ക്രോധാവുലായിട്ട് ആ ലക്ഷ്മണൻ പൊട്ടിത്തെറിക്കുന്നതായ വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്: സംരംഭം മതിമതി വത്സലക്ഷ്മണാകൽ പാരിച്ചൊന്നതു പാദശാസനങ്ങൾ പാരിൽ പണ്ഡിക വിധശാസനാദകൃത്യ പ്രാരംഭം പലരും എന്നവാറു കേൾപ്പൂ. ഇവിടെ പറയുന്നത് കാര്യമായിട്ട് ഈ ആധ്യാത്മിക തത്വോപദേശങ്ങളൊന്നുമല്ല. അല്ലയോ ലക്ഷ്മണൻ, അച്ഛൻ്റെ വാക്ക് ശരിയല്ല, ഉചിതമല്ല, കാമത്തുനിന്നുണ്ടായതാണെന്നൊക്കെയാണല്ലോ ലക്ഷ്മണൻ്റെ വാദം. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അനുചിതമായ കൃത്യങ്ങളാണ്. സാമാന്യ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അധർമ്മമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അച്ഛൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ചെയ്യുകയാണ് മഹാത്മാക്കൾ ചെയ്തിട്ടുള്ളതാണ്. അതിൽ പഴയ ചില ഇതിഹാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് രാമൻ ചെയ്യുന്നത്. അച്ഛൻ്റെ വാക്കാണെന്നുള്ളതുകൊണ്ട് മാത്രം അതിൻ്റെ ധർമാധർമ്മങ്ങളൊന്നും വിവരമായി ആലോചിച്ചിട്ടില്ല. അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള മട്ടിൽ യോഗ്യന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തെറ്റുപോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കിതാ: താതൻ ചൊന്നതു കെട്ടു പണ്ടു തരസാവ്യാപദ്യതൻ മാതരം മേതിൽ കീർത്തിമനിന്ദിതം മൃഗുസുതൻ കൈക്കണ്ടതോർത്തിയിടു നീ. ഉദാഹരണം പറയുന്നത്, പരശുരാമൻ പണ്ട് അച്ഛനായ ജമദഗ്നിയുടെ ആജ്ഞ അനുസരിച്ച് സ്വന്തം അമ്മയായ രേണുകയും അതേപോലെ സഹോദരന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ വധിച്ചു. അത് പുരാണ പ്രസിദ്ധമാണ്. രേണു ഒരിക്കൽ ദേവാനദിയിൽ ആശ്രമാവശ്യത്തിന് വേണ്ടി ജലം എടുക്കാൻ പോയ സമയത്ത് കിഞ്ചിൽ ചിത്രരഥസ്പൃഹ എന്നൊക്കെ ഭാഗവത്തിൽ കാണാം. ചിത്രരഥൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്ന അനേക സ്ത്രീകളോട് കൂടിയിട്ട് ജലക്രീഡ ചെയ്യുന്നുണ്ടാവുന്നു. അത് കണ്ട് മോഹിച്ച് തൽക്കാലം ഉള്ളിൽ കാമത്തോടു കൂടി നോക്കി നിന്നു, അത്രയേ ഉള്ളൂ. എന്നാലും അത് വ്യഭിചാരമാണ്, മനസ്സുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അതുകൊണ്ട് ഇവിടെ വധിക്കണമെന്ന് ജമദഗ്നി പറഞ്ഞു. ജ്യേഷ്ഠന്മാരൊക്കെ അതിന് മനസ്സ് വന്നില്ല. അവർ കൂട്ടാക്കാതിരുന്നപ്പോൾ ഏറ്റവും ഇളയവനായ പരശുരാമനോട് പറഞ്ഞു. പരശുരാമൻ അമ്മയെ വധിച്ചു കളഞ്ഞു, സഹോദരന്മാരെ വധിച്ചു. അതൊന്നും ഇവിടെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല, അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛന് സന്തോഷമായിട്ട്, അച്ഛൻ നിനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മയും സഹോദരന്മാരൊക്കെ അവരൊക്കെ ജീവിപ്പിക്കണം, അവർക്ക് ഞാൻ അവരെ വധിച്ചു എന്നുള്ള ബോധം പോലും ഉണ്ടാവരുതെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് പരശുരാമൻ ചെയ്തത്. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തമേതിൽ കീർത്തിമനിന്ദിതം മൃഗുസുതൻ കൈക്കൊണ്ടതോർത്തിയിടു നീ. അപ്പോൾ അമ്മയെ സഹോദരന്മാരൊക്കെ കൊല്ലുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല, തീരെ ന്യായമില്ലാത്തതാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? പരശുരാമനെ ചെയ്തു. ദത്വാതാതയാതി ചെന്നവചന താരുണ്യമപ്പൂരുതസ്ത അപ്പൂരു താനസ്താശങ്കമമുഷ്യ വാർദ്ധകമഹോ കൈക്കൊണ്ടതോർത്തിയിടു നീ. വേറൊരു ഉദാഹരണം പറയാണ്. ചന്ദ്രവംശ രാജാവായിരുന്ന യയാതി കാമാസക്തനായിട്ട് കാമവൃത്തിയിൽ തൃപ്തി വരാതെ തനിക്ക് വന്നുപെട്ട ശാപത്തിൻ്റെ ഫലമായി വന്നുപെട്ട ജലാനരയൊക്കെ ഏറ്റുവാങ്ങണേ നല്ല മക്കളോട് പറഞ്ഞു. അതിൻ്റെ മക്കളായിരുന്നു യദു മുതലായ മക്കളൊക്കെ ഉണ്ട്. അതൊന്നും വളരെ വിസ്തരിക്കേണ്ട. ഇളയ മകനായിരുന്നു പൂരു. ആദ്യത്തെ മക്കളൊന്നും കൂട്ടാക്കിയില്ല. അവസാനം പൂരു, അഞ്ചാമത്തവനായ പൂരു അച്ഛൻ്റെ ജലാനര ഏറ്റുവാങ്ങി തൻ്റെ യൗവൻ അച്ഛന് കൊടുത്തു. ഇതൊന്നും ധാർമ്മികമായ അത്ര ശരിയായ കാര്യങ്ങളല്ല. എത്രയോ പ്രായമുള്ള അച്ഛൻ കാമസുഖങ്ങൾ എനിക്ക് പോരാ, അതുകൊണ്ട് നിൻ്റെ യൗവനം എനിക്ക് കടത്തരുമെന്ന് ആവശ്യപ്പെടുന്നതന്നെ അപമര്യാദയാണ്. എന്നിട്ട് പോലും ആ പൂരം എന്ത് ചെയ്തു? അച്ഛൻ്റെ വാക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ യൗവൻ അച്ഛന് കൊടുത്തിട്ട് അച്ഛനെ ജലാനര വാങ്ങി. അതായി പറയുന്നത് അസ്താശങ്കമമുഷ്യ, ഒരു ശങ്കയും കൂടാതെ കൊടുത്തുവല്ലോ. അതുകൊണ്ട്
അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നത് തെറ്റൊന്നുമില്ല. താതാദേശവശേന കാശ്യവനഹോ ഓഹത്യ ചെയ്യാനതും സാധോ ലക്ഷ്മണ പാർത്തുകൺ ത്രിഭുവനെ വിഖ്യാതമെല്ലാടവും. ആ കഥ അത്ര വിശദമല്ല. കശ്യപ പ്രജാപതി പണ്ട് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഗോഹത്യ പോലും ചെയ്തിട്ടുണ്ടെന്നാണ്. ആ കഥ അത്ര പ്രസിദ്ധമല്ല, അത് നോക്കി പറയേണ്ടതാണ്. മോദം പണ്ടു പിതർന്ന് യോഗമതിനാഥീടുവാനേ പരം ജയതോ വഞ്ചിതമിന്ന് കാനനതലം മോക്ഷസ്പദം ദേഹിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ യോഗ്യന്മാരായ നമ്മുടെ പൂർവികന്മാർ പരശുരാമനെ ചെയ്തു, കശ്യപനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ആദി പൂരു ചെയ്തു. അവിടെ ഞാനിപ്പോൾ എന്താ വിചാരിക്കുന്നത്, പിതൃയോഗമതിനാഥീടുവാനേ പരം ജയതോ വഞ്ചിതം, അച്ഛൻ്റെ നിർദ്ദേശം ആജ്ഞ പാലിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ സാമാന്യ ദൃഷ്ടിയിൽ അപമാനകരമോ മോശമൊക്കെ ആയിരിക്കാം, എന്നാൽ പോലും ഞാൻ ചെയ്യുന്നത്. കഷ്ടം താതാജ്ഞയക്കാളിതപതവലുതോ ഹന്തകന്താരവാസം എന്ന് പറയുകയും ചെയ്തു. അച്ഛൻ്റെ വാക്ക് പാലിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ ദോഷത്തേക്കാൾ വിഷമമുള്ളതല്ല ഈ കാട്ടിൽ വസിക്കൽ. കാട്ടിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, എന്നാൽ തന്നെയും അത് അനുവർത്തിക്കുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. ഒട്ടേ ഞാനിന്ന് താനേ മമ പിതൃവചനം ഭൂതരൈരമ്പുരാജോ പെട്ടെന്ന് ആപദ്യതേതും തെളിവിനോട് നടത്തിയിടുവൻ നിർവിശങ്കം. ഞാൻ ഒരു ശങ്കയും കൂടാതെ ആ അച്ഛൻ്റെ വാക്കുകൾ ഞാൻ അനുസരിക്കുക ചെയ്യുക. ഇതുപോലെ സമുദ്രത്തിൽ പർവ്വതങ്ങളെ കൊണ്ട് ചിറകെട്ടിയിട്ട് ചെയ്യുന്നത് പോലെ അത്രയ്ക്കും ദുഷ്കരമാണെങ്കിൽ പോലും പർവ്വതങ്ങൾ കൊണ്ട് സേതു കെട്ടി സമുദ്രം തടയാൻ എളുപ്പമല്ലല്ലോ. അത്രയാണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നതാണ്. എന്നിപ്രകാരമരുൾ ചെയ്തു നിജാനുജന്മ സന്നാഹഡംബരമടക്കി വിനീതശാലി ആണ് പുലത്തിൻ്റെ പ്രയോഗം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ക്രുദ്ധനായ രാമന് ലക്ഷ്മണനെ രാമൻ അടക്കി നിർത്തിയതാണ്. ഈ തരത്തിലാണ് ഈ ഭാഗങ്ങൾ പറഞ്ഞിട്ടുള്ള. ഇനിയുള്ളത് തുളസീദാസ രാമായണത്തിൽ രാമചരിതമാനസത്തിലെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അത് അടുത്ത പ്രഭാഷണത്തിൽ ആ ഭാഗങ്ങൾ കൂടി കേട്ടതിന് ശേഷം രാമൻ്റെ വനത്തിലേക്കുള്ള യാത്ര, അതിനു മുമ്പായിട്ട് അദ്ദേഹം ചെയ്യുന്ന വളരെ വിശദമായ നേരത്തെ സൂചിപ്പിച്ച യാത്രാദാനം, അതിലൊക്കെ വർണ്ണനയാണ്. അതൊക്കെ അടുത്ത പ്രഭാഷണത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്.